ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഇപ്പം നീറ്റ് ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞ് പ്രത്യേകിച്ച് റാങ്ക് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് പിന്നെ വെക്കുന്നത് നീറ്റ് റിപ്പീറ്റ് എന്നുള്ളൊരിതാണ്. ഈ നീറ്റ് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർ ഫുള്ളായിട്ട് ഈ കുട്ടി സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ആ ഒരു 3 അവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണല്ലോ ഈ നീറ്റ് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന റാങ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന മാർക്ക് കൊണ്ടോ ഇവർ അടുത്തൊരു ഓപ്ഷൻ എന്താണ് എന്ന് ചിന്തിക്കുന്നില്ല. അപ്പം അതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇപ്പം ഇവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഈ ഒരു റാങ്കോ വെച്ചിട്ട് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാനും പാരൻസിന് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ ഇന്ത്യൻ MBBSൽ ഒരുപാട് ഇന്ത്യയിൽ ഇത്രയും സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവിടെ എല്ലാം ഈ MBBS സീറ്റ് അവൈലബിൾ ആണ്. ചിലപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ കിട്ടുന്ന മാർക്ക് കൊണ്ടും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, എങ്ങനെ അവർക്ക് ആ സീറ്റിലോട്ട് എത്തിപ്പെടാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളും അതല്ലെങ്കിൽ എബ്രോഡിലോട്ടുള്ളൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് ആൾക്കാർ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് ചോദിച്ചറിയാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് വരുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞ് FMG പാസ് ഔട്ടായ കുട്ടികൾ വരുന്നുണ്ട് ഈ എക്സ്പോക്ക്. അപ്പം നോർമലായിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റും പാരൻറ്റും ഈ എക്സ്പോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇന്ത്യയിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും, അതല്ല ഇന്ത്യയിൽ കിട്ടിയില്ല എബ്രോഡ് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഫുള്ളായിട്ട് അറിഞ്ഞിട്ട് പോകാൻ പറ്റും.